ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചെറിയ സെഗ്മെൻ്റ് ആണെങ്കിലും ശരി, വലിയ സെഗ്മെൻ്റ് ആണെങ്കിലും ശരി, ഇലക്ട്രിക് മേഖല ഞങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ള ഭാവത്തോടു കൂടിയാണ് സുസുക്കിയുടെ വരവ്. കാറിൻ്റെ സെഗ്മെൻറ്റിൽ ഈ വിറ്റാരയിൽ സുസുക്കി കൊണ്ടുവന്നിട്ടുള്ളത് വേൾഡിലെ നമ്പർ 1 ബാറ്ററി ടെക്നോളജി ആയിട്ടുള്ള ബ്ലൈഡ് ബാറ്ററി ടെക്നോളജിയാണ്. എന്നാൽ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സെഗ്മെൻറ്റിൽ സുസുക്കി എന്താണ് ബാറ്ററി ടെക്നോളജിയിൽ മറ്റുള്ള ബ്രാൻഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നോക്കാം. സുസുക്കി അത്യാവശ്യം മാർക്കറ്റ് പഠിച്ചിട്ടും കസ്റ്റമേഴ്സിൻ്റെ വേവ് ലെങ്ത് മനസ്സിലാക്കിയിട്ടുമാണ് തോന്നുന്നു ഈ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. സുസുക്കിയുടെ ഐസ് എഞ്ചിൻ മാർക്കറ്റിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സ്കൂട്ടർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ആക്സസ് എന്നുള്ള സ്കൂട്ടർ ആയിരിക്കും. അതേ പേര് തന്നെയാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പേരും ഇട്ടിട്ടുള്ളത്, അതായത് ഈ ആക്സസ്. ആദ്യം തന്നെ പവറിലേക്ക് വരാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു PMSM മിഡ് ബെൽറ്റ് ഡ്രൈവ് മോട്ടറാണ്. 4.1 കിലോവാട്ട് പീക്ക് പവറും 15 Nm ടോർക്കും നൽകുന്ന ഈ മോട്ടോറിന് 71 km/h ടോപ്പ് സ്പീഡ് നൽകാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ സ്പീഡ് കുറവല്ലേ എന്നുള്ളത്. എന്നാൽ ടൗണിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫാമിലി വണ്ടിയായിട്ടൊക്കെ നോക്കുന്ന സമയത്ത് 71 km/h എന്ന് പറയുന്നത് ഒരു സാമാന്യം ഭേദപ്പെട്ട സ്പീഡ് തന്നെയാണ് കേട്ടോ. ഇവിടെയാണ് സുസുക്കിയുടെ ഈ ടെക്നോളജിയെ കുറിച്ച് എടുത്തു പറയേണ്ടത്. അതായത് സാധാരണയുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളിലൊക്കെ ഒരു 20% താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്പീഡ് കൺട്രോൾ ഉണ്ട്. നമ്മുടെ ഒലയിൽ തന്നെ ഒരു 20% താഴോട്ടൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എക്കോ മോഡിലോട്ട് മാറിയിട്ട് പിന്നെ 40 കിലോമീറ്ററിൻ്റെ മുകളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെയാണ് നമ്മൾ പോകാറ്. ഇനി മറ്റുള്ള ബ്രാൻഡുകളിലും ഉണ്ടാവും കേട്ടോ. അതേപോലെ ഒലയിലൊക്കെ 10% താഴെ വന്നു കഴിഞ്ഞാൽ നേരെ ബാറ്ററി ഫുള്ള് ഡ്രോപ്പ് ആയിട്ട് 3%ലോട്ട് വന്നിട്ട് പാർക്കിംഗ് മോഡിലോട്ട് വന്നിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ കമ്പനി പറയുന്നത് ബാറ്ററി ചാർജ് 10% ആകുന്നത് വരെ ഒരേപോലുള്ള കോൺസ്റ്റന്റ് ഔട്ട്പുട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് എല്ലാ പെർസെൻറ്റേജിലും ലീനിയർ ത്രോട്ടിൽ റെസ്പോൺസ് ഉള്ള ഒരു പെട്രോൾ വണ്ടി എങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നു അതുപോലെ തന്നെ ആയിരിക്കും ഈ വണ്ടി എന്നാണ് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, NMC ബാറ്ററിയെ കുറിച്ചിട്ടും LFP ബാറ്ററിയെ കുറിച്ചിട്ടും. ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ആ ലിങ്ക് കൊടുക്കാം. ജസ്റ്റ് ആ ലിങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ആ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും NMC ബാറ്ററിയിൽ നിന്നും എങ്ങനെയാണ് വോൾട്ടേജ് പുറത്തോട്ട് വരുന്നത്, അതേപോലെ LFP ബാറ്ററിയിൽ നിന്ന് എങ്ങനെയാണ് വോൾട്ടേജ് പുറത്തു വരുന്നത് എന്നുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡുകളും NMC ബാറ്ററികൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ വ്യത്യസ്തമായിട്ടാണ് ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ളത്. 3 കിലോവാട്ടിൻ്റെ LFP ബാറ്ററി, അതായത് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാറ്ററി ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ കാറുകളിലൊക്കെ നിലവിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് LFP ബാറ്ററി. ഈ ബാറ്ററികൾക്ക് NMC ബാറ്ററിയേക്കാളും 4 ഇരട്ടി ലോങ് ലൈഫ് കിട്ടുന്ന ബാറ്ററിയാണ്. സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഫുട് ബോർഡിൻ്റെ ഉള്ളിലാണ് ബാറ്ററി സെറ്റ് ചെയ്ത് വെക്കാറ്, കാരണം ബൂട്ട് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ബൂട്ട് സ്പേസ് അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ കുറച്ച് മുൻഭാഗത്തായിട്ടാണ് ബാറ്ററി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. IDC റേഞ്ച് കമ്പനി പറയുന്നത് 95 കിലോമീറ്റർ ആണ്. ഇനി ചാർജിങ്ങിനെ കുറിച്ച് പറയാം. 240 വാട്ട്സ് വരുന്ന ഓഫ് ബോർഡ് ചാർജർ വെച്ചിട്ട് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0 മുതൽ 80% വരെ ചാർജ് ആക്കാൻ 4 മണിക്കൂറും 30 മിനിറ്റുമാണ് സമയമെടുക്കുന്നത്. എന്നാൽ 0 മുതൽ 100% വരെ ചാർജ് ആക്കാൻ 6 മണിക്കൂറും 20 മിനിറ്റുമാണ് സമയമെടുക്കുന്നത്. ഇനി സുസുക്കി ബ്രാൻഡിൻ്റെ മറ്റൊരു പ്രത്യേകത പറയാം. സുസുക്കിയുടെ ഇലക്ട്രിക് കാറുകൾ ഇറങ്ങിയ സമയത്ത് ഈ കാറുകൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് അവരുടെ എല്ലാ ഷോറൂമുകളിലും DC ചാർജിങ് ഫെസിലിറ്റി കൊണ്ടുവന്നു. നിങ്ങളിൽ പലവരും നെക്സ ഷോറൂമുകളുടെ മുമ്പിൽ ഈ DC ചാർജേഴ്സ് കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതേ സിസ്റ്റം തന്നെയാണ് ഈ ആക്സസിൻ്റെ കേസിലും വരുന്നത്. സുസുക്കിയുടെ എല്ലാ ഇലക്ട്രിക് 2 വീലർ ഷോറൂമുകളുടെ മുമ്പിലും അവരുടെ DC ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും കസ്റ്റമേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ട്. ഈ DC ഫാസ്റ്റ് ചാർജേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ വണ്ടി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0 മുതൽ 80% വരെ ചാർജ് ആക്കാൻ 1 മണിക്കൂറും 12 മിനിറ്റുമാണ് പറയുന്നത്. ഇനി 0 മുതൽ 100% വരെ ചാർജ് ആക്കാൻ 2 മണിക്കൂറും 12 മിനിറ്റുമാണ് സമയമെടുക്കുന്നത്. എക്സ്ട്രീം ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടത്തിയിട്ടാണ് ഈ വണ്ടി മാർക്കറ്റിലോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊന്ന് എടുത്തു പറയേണ്ടത്. സുസുക്കിയുടെ ലീഗസി പറയാതെ വയ്യ. അവരുടെ ഹൈ എൻഡ് സ്പോർട്സ് ബൈക്ക് ആയിട്ടുള്ള ഹയാബുസയിൽ അവരെന്തൊക്കെ സുസുക്കി സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടോ അതേ ടെസ്റ്റുകളൊക്കെ ഈ ആക്സസിലും നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. കാരണം ഇത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അല്ലേ എന്നാണ് അവർ പറയുന്നത്. വാട്ടർ സബ്മേർഷൻ ടെസ്റ്റ്, വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ള ടെസ്റ്റ്, ഡ്രോപ്പ് ആൻഡ് ക്രഷ് ടെസ്റ്റ്. ആക്സിഡൻറ്റ് സമയത്ത് പോലും ബാറ്ററി സേഫ് ആയിരിക്കും, കാരണം ഇൻ്റഗ്രേറ്റഡ് ഫ്രെയിം ബോക്സിൻ്റെ ഉള്ളിലാണ് ഈ ബാറ്ററി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബെൽറ്റ് ഡ്രൈവ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് 7 വർഷം അല്ലെങ്കിൽ 70,000 കിലോമീറ്റർ വരെ മെയിൻ്റനൻസ് ഫ്രീ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ വണ്ടി നോയ്സും വളരെ കുറവായിരിക്കും. വണ്ടിയുടെ ഓവറാൾ ലെങ്ത് വരുന്നത് 1860 മില്ലിമീറ്റർ ആണ്. ഓവറാൾ വിഡ്ത്ത് വരുന്നത് 715 mm. ഓവറാൾ ഹൈറ്റ് വരുന്നത് 1135 മില്ലിമീറ്റർ. വീൽ ബേസ് വരുന്നത് 1305 മില്ലിമീറ്റർ. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 160 മില്ലിമീറ്റർ. സീറ്റ് ഹൈറ്റ് വരുന്നത് 765 mm ആണ്. കർബ് വെയിറ്റ് വരുന്നത് 122 കിലോഗ്രാം ആണ്.
ഫ്രണ്ടിലും റിയറിലും 12 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക് ഉണ്ട്, റിയറിൽ ഡ്രം ബ്രേക്ക് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ സസ്പെൻഷൻ വരുന്നത് ടെലസ്കോപ്പിക് കോയിൽ സ്പ്രിംഗ് ആണ്. റിയർ സൈഡിൽ സ്വിംഗ് ആം ടൈപ്പ് കോയിൽ സ്പ്രിംഗ് ആണ്. സേഫ്റ്റി കൺസേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി തന്നെ അത്യാവശ്യം സേഫ്റ്റി ആയിട്ടുള്ള ബാറ്ററിയാണ്. LFP ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ഹസാർഡിനൊക്കെ ചെറുത്ത് നിൽക്കുന്ന ബാറ്ററിയാണ്. 500 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിൻ്റെ ചൂട് ചെറുത്ത് നിൽക്കാനുള്ള കഴിവുള്ള ബാറ്ററികളാണ്. അതിനു പുറമെ ഹീറ്റ് ടെസ്റ്റ്, ബാറ്ററി ക്രഷ് ടെസ്റ്റ്, ബാറ്ററി പഞ്ചർ ടെസ്റ്റ്, ഷോക്ക് ടെസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുവിധമുള്ള ടെസ്റ്റുകളെല്ലാം നടത്തിയിട്ടാണ് ഈ വണ്ടി പുറത്തിറക്കിയിട്ടുള്ളത്. എക്കോ, റൈഡ് എ, റൈഡ് ബി എന്ന 3 റൈഡിംഗ് മോഡുകളാണ് ഈ വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. അതിനെല്ലാം പുറമെ ഒരു റിവേഴ്സ് മോഡും നൽകിയിട്ടുണ്ട്. വണ്ടിയിലെ ഫ്രണ്ടിലെ സ്ക്രീന് സാധാ TFT സ്ക്രീൻ ആണെങ്കിൽ പോലും അത്യാവശ്യം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. ഈ TFT സ്ക്രീൻ ആകട്ടെ ഓട്ടോമാറ്റിക്കലി ഡേ ആൻഡ് നൈറ്റ് അഡാപ്റ്റേഷൻ ഉള്ള സ്ക്രീനാണ്. അതായത് രാവിലെയുള്ള ബ്രൈറ്റ്നസിനനുസരിച്ചിട്ടുള്ള ഒരു കളറായിരിക്കും മോർണിംഗിൽ, എന്നാൽ രാത്രി നമുക്ക് കൂടുതൽ വിസിബിൾ ആവുന്ന ഒരു തരത്തിലുള്ള കളറിലോട്ട് അത് രാത്രിയിൽ ചേഞ്ച് ആവും. 4.2 ഇഞ്ചിൻ്റെ കളർ TFT ഡിസ്പ്ലേ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് സ്പീഡ് വാർണിംഗ് അലേർട്ട്, റെയിൻ ആൻഡ് ട്രാഫിക് ജാം അലേർട്ട്, ആംബിയൻ വെതർ, അതായത് വെതർ എന്താണെന്നുള്ളത് സെൻസ് ചെയ്തിട്ട് അതിൽ കാണിച്ചു തരുന്നതാണ്. ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉണ്ട്. ഇതിനെല്ലാം പുറമെ ഫുൾ നാവിഗേഷൻ ലൈവ് മാപ്പ് തന്നെ അതിൽ അവൈലബിൾ ആണ്. ക്വിക്ക് ചാർജിങ് സ്പോട്ട് ഇൻഫോർമേഷൻ, അതായത് ഫാസ്റ്റ് ചാർജിങ് എവിടെയൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് അതിൽ എഴുതി കാണിച്ചു തരും. പാർക്കിംഗ് സ്പോട്ട്, അതായത് മുന്നേ നമ്മൾ വണ്ടി എന്ന ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർക്ക് ചെയ്ത സ്പോട്ട് പിന്നീട് വണ്ടി അതേ സ്ഥലത്ത് എത്തുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരുന്നതാണ്. കാൾ, മെസ്സേജസ്, നോട്ടിഫിക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നൽകും. പിന്നെ ഓട്ടോ റിപ്ലൈ ഒക്കെ നമുക്ക് വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് ഞാൻ ഡ്രൈവിങ്ങിലാണ് എന്നുള്ളൊരു മെസ്സേജൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തോളും. ആകെ കുറച്ച് കൂടിപ്പോയത് വണ്ടിയുടെ പ്രൈസ് ആണ്. 2 ലക്ഷം രൂപയുടെ മുകളിലൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് കാണിക്കുന്നത്. വണ്ടിക്ക് വാറണ്ടി കമ്പനി പറയുന്നത് 7 വർഷമോ അല്ലെങ്കിൽ 80,000 കിലോമീറ്ററോ ആണ് എന്നാണ് പറയുന്നത്. ഇതൊരു എക്സ്റ്റൻഡഡ് വാറണ്ടി എന്നുള്ള തരത്തിലാണ് കമ്പനി പറയുന്നത്. അതും നോ കോസ്റ്റ്, പ്രത്യേകിച്ച് കോസ്റ്റും കാര്യങ്ങളൊന്നും കമ്പനിയിൽ ഇപ്പോൾ അടക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക് സ്കൂട്ടർ സാധാരണ എടുക്കുന്ന ആൾ, ഐസ് എഞ്ചിൻ വണ്ടികളിൽ നിന്നും ഇലക്ട്രിക്കിലോട്ട് മാറുന്ന ആൾക്ക് എപ്പോഴും ഡൗട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക് അല്ലേ ബാറ്ററി അല്ലേ, ഇങ്ങനെ ചിന്തിക്കുന്നവരെ കണ്ടിട്ടായിരിക്കാം കമ്പനി ഒരു ഇൻട്രൊഡക്ടറി ഓഫർ ഇപ്പോൾ നൽകുന്നുണ്ട്. അതായത് ബൈബാക്ക് അഷുറൻസ് 60% ആഫ്റ്റർ 3 ഇയർ. അതായത് 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേ കമ്പനിയിലോട്ട് നിങ്ങളെ വണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 60% നിങ്ങളുടെ വണ്ടിക്ക് പ്രൈസ് അന്ന് നൽകാം എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിലവിൽ സുസുക്കി വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുമായിട്ട് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ എമൗണ്ടിന് പുറമെ ഒരു ലോയാലിറ്റി ബോണസ് കിട്ടും. 10,000 റുപ്പീസ് ആണ് പറയുന്നത്. ഈ നോൺ സുസുക്കി കസ്റ്റമേഴ്സ് ആണെങ്കിൽ ശരി, നിങ്ങളുടെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബോണസ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,000 റുപ്പീസ് ആണ്. എങ്ങനെയുണ്ട് ഈ വണ്ടി? കാണാൻ ഭംഗിയുണ്ടോ? ഈ വണ്ടി നിങ്ങൾ ചൂസ് ചെയ്യുമോ? അതുപോലെ തന്നെ ഈ റേഞ്ച് മതിയോ നിങ്ങൾക്ക്? ഈ ബാറ്ററി ടെക്നോളജി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ പോകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് രൂപത്തിൽ ഒന്ന് അറിയിക്കുക. എന്തായാലും അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ എം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.